കേരളത്തിൽ ആരാകും അടുത്ത മുഖ്യമന്ത്രി? ചർച്ചകൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. 10 വർഷം അധികാരത്തിലിരുന്ന LDF ആയിരിക്കുമോ അടുത്ത കേരളത്തിലെ ഭരണാധികാരികളായി മാറുന്നത്? അതോ 10 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ UDF അധികാരത്തിലെത്തുമോ? ഈ തെരഞ്ഞെടുപ്പിൽ BJP കറുത്ത കുതിരയായി മാറുമോ? ഇത്തരം ചോദ്യങ്ങളാണ് കേരള സമൂഹം ചോദിച്ചു തുടങ്ങിയിരിക്കുന്നത്. LDFനാണ് അധികാരം ലഭിക്കുന്നത് എങ്കിൽ തർക്കമൊന്നുമില്ല, LDFിൽ മുഖ്യമന്ത്രി ആരാകും എന്ന ചോദ്യത്തിന് ഉത്തരം ഇപ്പോൾ തന്നെയുണ്ട്. അത് പിണറായി വിജയൻ തന്നെയായിരിക്കും. പക്ഷേ UDFിൻ്റെ കാര്യമാണ് കഷ്ടം. 10 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അധികാരം കയ്യിൽ കിട്ടുമെന്നുള്ള തോന്നലുണ്ടായപ്പോൾ തന്നെ തമ്മിൽ തല്ല് രൂക്ഷമായിക്കൊണ്ടിരിക്കുക. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ ഹാൻഡിലോട് പറയുകയുണ്ടായി, തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നത് വരെ നിങ്ങൾ പരസ്പരം ഇയാൾ മുഖ്യമന്ത്രി, ഈ നേതാവ് മുഖ്യമന്ത്രി, ഇദ്ദേഹം മുഖ്യമന്ത്രി എന്ന് പറയരുത്. അത് ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. കൂടാതെ മുസ്ലിം ലീഗും മുന്നറിയിപ്പ് നൽകി. മുതിർന്ന നേതാക്കന്മാരൊക്കെ ഓരോ പക്ഷത്തോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ആരാകും UDFിൻ്റെ മുഖ്യമന്ത്രി എന്നതാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്ന വിഷയം. UDFിൽ ഒരിക്കൽ മുഖ്യമന്ത്രി കുപ്പായം കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് നഷ്ടപ്പെട്ട രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുന്നതിനുള്ള കുപ്പായം ഒരിക്കൽ കൂടി തേച്ച് മിനുക്കി റെഡിയാക്കി വെച്ചിരിക്കുക. അതേസമയം കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരുന്നു കൊണ്ട് ശക്തമായ പോരാട്ടം നടത്തുകയും LDFിനെ എതിരെ ഫേസ് ടു ഫേസ് ചങ്കൂറ്റത്തോടുകൂടി നിന്ന നേതാവ് എന്ന പരിവേഷമുള്ള VD സതീശനായിരിക്കണം മുഖ്യമന്ത്രി എന്ന് ഒരു പക്ഷവും വാദിക്കുന്നു. അതല്ല, തർക്കം രൂക്ഷമാവുകയാണെങ്കിൽ ഇനി എങ്ങാനും എനിക്കും കിട്ടിയാലോ എന്ന് പറഞ്ഞുകൊണ്ട് KC വേണുഗോപാലും രംഗപ്രവേശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ മത്സര ചിത്രത്തിൽ പോലുമില്ലാത്ത KC വേണുഗോപാലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്നു എന്നതിൽ തർക്കമില്ല. ജനങ്ങൾ ആഗ്രഹിച്ചതെന്താണെന്ന് 4-ാം തീയതി തന്നെ അറിയാം. പക്ഷേ കോൺഗ്രസിൻ്റെ കാര്യം വളരെ കഷ്ടമാണ്. 10 വർഷം അധികാരത്തിൽ നിന്ന് മാറി നിന്നു, അടുത്ത് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുന്നു എന്ന് കരുതുക, കിട്ടുക എന്ന് കരുതുക. ജനങ്ങൾ നിങ്ങളെ അധികാരം ഏൽപ്പിച്ച് ജനങ്ങൾ നിങ്ങൾക്ക് അധികാരം നൽകി. 4-ാം തീയതി കഴിഞ്ഞാൽ നമുക്കത് പറയാൻ കഴിയുള്ളൂ. എന്നാലും ജനങ്ങൾ നിങ്ങൾക്ക് നൽകിയ അധികാരം ആ ജനങ്ങളുടെ മുഖത്ത് തന്നെ നോക്കി കൊഞ്ഞനം കുത്തുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കാണിക്കുന്ന ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള കടിപിടി. കാലാകാലങ്ങളായി കോൺഗ്രസിൻ്റെ കൂടപ്പറപ്പാണ് ഈ അധികാര തർക്കം. ഞാനാണ് കേമൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക, 10-25 വൈസ് പ്രസിഡൻറ്റുമാർ, 10-30ഓളം സെക്രട്ടറിമാർ ഒക്കെയുള്ളൊരു പാർട്ടി കോൺഗ്രസ് മാത്രമല്ല കേരളത്തിലുള്ളൂ. നേതാക്കന്മാരേ ഉള്ളൂ, അണികളില്ല എന്ന് പണ്ടാരോ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശരിയായിട്ടുള്ള കാര്യവുമാണ്. പക്ഷെ ഒരു കാര്യം കോൺഗ്രസ്സുകാരോട് പറയാനുള്ളത്, കൂടുതൽ ഇങ്ങനെയുള്ള ഈ കോമാളിത്തരങ്ങളൊക്കെ കാണിക്കാൻ വരട്ടെ. ആര് മുഖ്യമന്ത്രിയാകും എന്ന് തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡാണ് എന്ന് K മുരളീധരൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഹൈക്കമാൻഡ് സോണിയാജിയുടെ ഏറ്റവും അടുത്ത ആൾ എന്ന രീതിയിൽ, ഒരു സമവായം എന്ന രീതിയിൽ അഥവാ KC വേണുഗോപാൽ വരുമോ എന്ന് കരുതുന്നതിന് തെറ്റില്ല എന്നാണ് അഭിപ്രായം. രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി പ്രഭാവത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടു പോയ ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുമെന്നുള്ള ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു കുറച്ച് സമയത്തിന് മുൻപ്. ഉമ്മൻചാണ്ടിക്ക് ശേഷം അടുത്ത രമേശ് ചെന്നിത്തല തന്നെ ആകും എന്നൊരു തീരുമാനം ഉണ്ടായിരുന്ന സമയത്തായിരുന്നു തുടർഭരണം ഉണ്ടാകുന്നത്. അപ്പം രമേശ് ചെന്നിത്തലയുടെ കയ്യിൽ നിന്നും ആ മുഖ്യമന്ത്രി സ്ഥാനം എഴുതിപ്പോയി. ഇതൊരവസരമായിട്ടാണ് കോൺഗ്രസ് കരുതുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായും ഒരു ചെന്നിത്തല വിഭാഗം അതിപ്പോഴും ഉണ്ട്. ആ വിഭാഗം ഈ മുഖ്യമന്ത്രി കസേര വിട്ടു നൽകാൻ അത്ര അങ്ങ് സന്മനസ് കാണിക്കുമെന്ന് കരുതണ്ട. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന് ബൈ ഇലക്ഷൻ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകളെയൊക്കെ നയിച്ച പ്രതിപക്ഷ സ്ഥാനത്തിരുന്നു കൊണ്ട് ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ച് ചില സമയങ്ങളിൽ LDFിനെ പ്രതിരോധത്തിലാക്കുക വരെ ചെയ്തിട്ടുള്ള നേതാവായിട്ടുള്ള
വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് ഒരു പക്ഷം ആഗ്രഹിക്കുന്നു. സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവാണ് അടുത്ത പ്രാവശ്യം മുഖ്യമന്ത്രിയാകുന്നത് എന്നൊരു കാഴ്ചപ്പാടൊക്കെ ഉണ്ടായിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നാം ഇങ്ങനെ കരുതുന്നതൊന്നും ഒരു കരുതലല്ല. കോൺഗ്രസ് എന്താകുമെന്നും ആരൊക്കെയാകുമെന്നും ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഒരു കമാൻഡുണ്ട്. ആ കമാൻഡിൻ്റെ തീരുമാനത്തിനനുസരിച്ച് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനിയൊരു കാര്യം, സമവായത്തിന് കെ.സി. വേണുഗോപാലിനെയും ഇറക്കിയിട്ട് കളിച്ചിട്ടും കോൺഗ്രസ്സിലെ തമ്മിലടി തീരുന്നില്ല എങ്കിൽ രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചതുപോലെ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകുമോ? ഷാനിമോൾ ഉസ്മാൻ ആവാൻ ചാൻസില്ല. ചിലപ്പോൾ വയനാടിൻ്റെ MP ആയിട്ടുള്ള സ്വന്തം സഹോദരി തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരുമോ? പ്രിയങ്ക കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായാലും കോൺഗ്രസിൻ്റെ ഒരു സമവായം എന്ന രീതിയിൽ അതും മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ രാഹുൽ ഗാന്ധി ഒരു വനിതാ മുഖ്യമന്ത്രിയുടെ പേര് നിർദ്ദേശിച്ചത് എന്നുപോലും സംശയിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എന്നാലും കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അത് എത്ര കാലം കഴിഞ്ഞാലും തമ്മിൽ തല്ലും കാലുവാരലും ഒന്നും തീരില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. റിസൾട്ട് വരാൻ കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ പോലും ഇത്തരത്തിലുള്ള ഒരു പടലപ്പിണക്കവും തമ്മിൽ തല്ലുമായിട്ട് ഇങ്ങനെ കേരളത്തിനകത്ത് ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള വടംവലിയും കുതികാൽ വെട്ടും, ഞാനാണ് വലുത് ഞാനാണ് വലുത്, ഒരാൾ യാത്ര നടത്തുമ്പോൾ മറ്റൊരാൾ അതല്ല ഞാനാണ് വഴിവെട്ടി വന്നവനാണ് എന്ന് പറയുന്നു. ഇനി അങ്ങനെയൊക്കെയുള്ള ഈ ഒരു പ്രചാരണങ്ങൾ കൊണ്ട് രംഗം കൊഴുക്കുന്ന കോൺഗ്രസ് ചിലപ്പോൾ ജനങ്ങൾ മറിച്ചാണ് എഴുതിയിട്ടുള്ളത് എങ്കിൽ ഏറ്റവും കൂടുതൽ അപഹാസ്യരായി മാറും നിങ്ങൾ. LDF ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ നിങ്ങളീ കാണിച്ചു കൂട്ടിയതൊക്കെ പിറ്റേ ദിവസം മുതൽ ട്രോളുകളായി നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ പെയ്തൊഴിയാതിരിക്കാൻ ഇനിയുള്ള ദിവസങ്ങളെങ്കിലും സംയമനം പാലിച്ചുകൊണ്ട് 4-ാം തീയതി ജനങ്ങളുടെ യഥാർത്ഥ വിധി, ആ വിധിയെ കാത്തിരിക്കുക എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. തെരഞ്ഞെടുപ്പിൻ്റെ വിശകലനങ്ങളുമായി വീണ്ടും ഒരിക്കൽ കാണാം. നന്ദി, നമസ്കാരം.